അച്ചു. ലച്ചു സങ്കടത്തോടെ അവളെ വിളിച്ചു. ഹരിയേട്ട, എന്നെ വീട്ടിലേക്കാക്കൂ, അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ കൊണ്ടുപോകാം, ഇപ്പം കാശിയുടെ അടുത്തേക്ക് പോകാം, അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും, ഹരി അച്ചുവിനെ ചേർത്ത് സമാധാനപൂർവ്വം പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല, എനിക്ക് പറ്റുന്നില്ല അവിടെ, എന്നെ കൊണ്ട് വിടൂ, അല്ലെങ്കിൽ ഞാൻ തനിയെ പൊക്കോളാം. അവൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ഹരി അവളെ വിളിച്ചുകൊണ്ട് പോയി. അവൻ ദേവിയമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം നന്ദൻ്റെ അനിയനോടും പറഞ്ഞ് അവളെയും ലച്ചുവിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. കാറിലിരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ഇവളെ ആരെങ്കിലും കെട്ടുമോ? ദോഷക്കാരിയാണ്, ജനിച്ചത് തന്നെ തള്ളയെ കൊന്നിട്ടാണ്. അവളെ അമിതമായി സ്നേഹിച്ച എൻ്റെ ഭർത്താവിൻ്റെ ജീവനും എടുത്തു. ഇവളുമായി അടുക്കുന്നവരൊക്കെ മരണത്തിലേക്കാണ് പോയേക്കുന്നത്. അന്നേ പറഞ്ഞു വിട്ടത തറവാട്ടിൽ നിന്ന് ശകുനം പിടിച്ചവൾ. നിങ്ങളുടെ മകന് വേറെ ആരെയും കിട്ടിയില്ലേ കെട്ടാൻ? ഇവളുടെ ദോഷം കൊണ്ടാണ് ഇപ്പോൾ ഇവനിങ്ങനെ കിടക്കുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയതിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആരെയും അറിയിക്കാതെയുള്ള കല്യാണമാണ്. അതെങ്ങനെയാ? എല്ലാം തന്നിഷ്ടമാണ്. എൻ്റെ മോളുണ്ടായിട്ടും ഇവൻ വേറൊരുവളെ തേടിപ്പോയി. ഇപ്പൊ തക്കം കിട്ടിയപ്പോൾ ആ പെണ്ണത് മുതലാക്കിയെടുത്തിട്ടുണ്ടാകും. വലിയ തറവാട്ട് വീട്ടിലെ ചെക്കനെ കെട്ടിയാൽ പുളിക്കോ? ശ്രീജ അവസരം മുതലാക്കി പറഞ്ഞു. ഇപ്പോൾ തന്നെ തീരുമാനിക്കും മഹാദേവ, കൊച്ചിനെ ഇത്രയേ പറ്റിയിട്ടുള്ളൂ, ഇനിയും തുടർന്നാൽ മകനുണ്ടാവില്ല. കാശി, ഈ ബന്ധം നമുക്ക് വേണ്ട, മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ, അമ്മയുടെ മോനല്ലേ, വേണ്ട. അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. നിന്റെ ജീവനാ ഞങ്ങൾക്ക് വലുത്, ഈ ബന്ധം വേണ്ട മോനെ, അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു. കാശിയെല്ലാം കേട്ടു ദേഷ്യടക്കി കിടക്കുന്നത് കണ്ടതും അവളിൽ വേദന നിറഞ്ഞു. കാറ് വീട്ടിലെത്തിയതും കണ്ണീരോടെ ഇറങ്ങി അവള് വീട് തുറന്ന് നേരെ അവരുടെ മുറിയിലേക്ക് പോയി. എത്രയൊക്കെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കും തോറും അവരുടെ വാക്കുകൾ അവളിൽ അലയടിച്ചു. അവൾ തലയിണയിൽ മുഖമർത്തി പൊട്ടിക്കരഞ്ഞു. ലച്ചു, നീ അവളുടെ അടുത്തേക്ക് ചെല്ല്, ആകെ വിഷമത്തിലാണ് അവൾ, ഹരി ലച്ചുവിനോടായി പറഞ്ഞു. ഹരി പറഞ്ഞതും ലച്ചു അവളുടെ അടുത്തേക്ക് പോയി. ലച്ചു ചെല്ലുമ്പോൾ പൊട്ടിക്കരയുന്ന അച്ചുവിനെ കാണുന്നത് അവൾ അച്ചുവിനെ പിടിച്ചു. അച്ചു ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മതി അച്ചു കരഞ്ഞത്, വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയുവാണ് ചെയ്യേണ്ടത്, അവൾ വിഷമത്തോട് അച്ചുവിനോട് പറഞ്ഞു. ഞാൻ കാരണമായിരിക്കും കാശിയേട്ടനിപ്പോൾ ഇങ്ങനെ പറ്റിയത്, എൻ്റെ ദോഷമായിരിക്കും. അവർ പറഞ്ഞതൊന്നും ഇല്ലാത്തതല്ലല്ലോ, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊരു നാശം പിടിച്ച ജന്മമാണ് എൻ്റേത്, അവൾ കരഞ്ഞുകൊണ്ട് ലച്ചുവിനോട് പറഞ്ഞു. പിന്നെ എന്തോർത്തുന്ന പോലെ ലച്ചുവിൻ്റെ അരികിൽ നിന്നും അവൾ അടർന്നു മാറി. നീയും എൻ്റെ അടുത്ത് കൂട്ടുകൂടണ്ട, ആരും വേണ്ട എനിക്ക്, എൻ്റെ ദോഷം കാരണം ആർക്കൊന്നും പറ്റണ്ട, പോ ലച്ചു, ആരും വേണ്ട. അച്ചുവിൻ്റെ അരികിലേക്ക് വന്ന ലച്ചുവിനെ അവൾ തള്ളി മാറ്റി. മുഖം മുട്ടുകാലിൽ ഒളിപ്പിച്ച് ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ലച്ചുവിന് അച്ചുവിൻ്റെ പെരുമാറ്റം കണ്ട് പേടി തോന്നി. അവൾ ഹരിയോട് പറയാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ഹരിയെ താങ്ങി പിടിച്ചു വരുന്ന കാശിയെ. കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഒച്ചപ്പാടും ലഹളയും എടുത്ത് വന്നിരിക്കുന്നതാണെന്ന്. ഹരി അവനെ മുറിയിലേക്കാക്കി തിരികെ ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. പേടി തോന്നുന്നു അച്ചു, അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പേടിക്കേണ്ട, മുകളിലേക്ക് പോയിരിക്കുന്നവർ ശരിയാക്കിക്കൊള്ളൂ. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ചീത്ത വിളിച്ച് ഡിസ്ചാർജും വാങ്ങി അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവനാടോ അച്ചു, അവൻ്റെ പ്രാണൻ. ഹരി അങ്ങനെ പറഞ്ഞതും ലച്ചുവിൽ നേരിയ ആശ്വാസമുണ്ടായി. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി ചായ വയ്ക്ക്, ഹരി പറഞ്ഞതും ലച്ചു അടുക്കളയിലേക്ക് പോയി. കൂടെ ഹരിയും. നീ പോ ലച്ചു, എനിക്കാരും വേണ്ട, എനിക്കിപ്പോൾ എന്നെ തന്നെ പേടിയാ. നിങ്ങളൊക്കെ എന്തേലും പറ്റിയാ എനിക്ക് സഹിക്കില്ല. ജനിച്ചപ്പോൾ തന്നെ അമ്മ പോയി, പിന്നെ മുത്തശ്ശൻ, ജാനകി അമ്മ, ഇപ്പോൾ കാശിയേട്ടനും ആക്സിഡൻ്റ് ഉണ്ടായി. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പാടില്ലേ എൻ്റെ ജാതകദോഷം കൊണ്ടാണെന്ന്. ഇനിയും ആർക്കും ഒന്നും വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലച്ചുവാണ് അരികിലെന്ന് കരുതി അവൾ എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കേട്ട കാശി തൻ്റെ കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഡി, അവൻ അലറി വിളിച്ചതും അച്ചു ഞെട്ടി മുഖം ഉയർത്തി നോക്കി. മുന്നിൽ കാശിയെ കണ്ടതും അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇങ്ങനെ കിടന്നു കരയാൻ നിന്റെ കെട്ടിയോൻ ചത്തിട്ടൊന്നും ഇല്ലല്ലോ, അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അറിയാതെ ഇല്ല എന്ന് തലയാട്ടി. പിന്നെ എന്തിനാടി കരയുന്നേ? അവളൊന്നും പറയാതെ മുഖം കുനിച്ചു. 5 മിനിറ്റ് തരും, അതിനുള്ളിൽ മുഖം കഴുകി വന്നില്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം അവളിൽ പേടിയുണ്ടാക്കി. അനുസരണയുള്ള കുട്ടികളെ പോലെ അവൾ മുഖം കഴുകി തിരികെ വന്നു. അവളുടെ കരഞ്ഞു വീർത്ത മുഖം കണ്ടതും അവനും സങ്കടമായി. ഏതു നേരവും അവൻ്റെ പിന്നാലെ കുറുമ്പ് കാട്ടി നടന്നവളല്ലായിരുന്നു
അപ്പോൾ അവൻ്റെ മുന്നിൽ നിന്നവൾ. അച്ചു, വാ, ഇവിടെ ഇരിക്ക്. അവൻ ശാന്തതയോടെ അവൻ്റെ അരികിലേക്ക് അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നില്ല. എന്തോ അവൾക്കിപ്പോൾ പേടിയാണ്. അവൻ്റെ നെറ്റിയിലേക്കെട്ടും കാലിലേക്കെട്ടും കാണും തോറും വീണ്ടും കണ്ണുകൾ നിറഞ്ഞു. താൻ മൂലം ഇനിയും എന്തേലും പറ്റിയ അതവൾക്ക് സഹിക്കില്ല. കാരണം അവളുടെ പ്രാണനായിരുന്നു കാശി. ഇതൊരു നടക്കി പോകില്ല എന്ന് മനസ്സിലാക്കി അവൻ അവളെ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലിരുത്തി. അവൾ എഴുന്നേറ്റു മാറാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഒരുപാട് കുതറിയാൽ അവന് നൊന്താലോ എന്ന് കരുതി അവൾ അടങ്ങിയിരുന്നു. എന്നാൽ അവൻ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ ചുംബിച്ചു. ഇത്രയും നേരം അവൻ അനുഭവിച്ച വിഷമതകളെല്ലാം ആ ചുംബനത്തിലൂടെ അവൻ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. പതിയെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു വിട്ടുകൊണ്ട് അവളെ നോക്കിയതും പെണ്ണവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൊച്ചേ, ഇങ്ങനെ കരയല്ലടോ. എനിക്ക് നിന്റെ കണ്ണുനീർ കാണുന്നത് തന്നെ സഹിക്കുന്നില്ല. പേടി തോന്നുന്നു കാശി. അവൾ പറയാൻ വന്നത് അനുവദിക്കാതെ അവൻ പറഞ്ഞു തുടങ്ങി. എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ കുഞ്ഞ് പേടിക്കുകയും വേണ്ട. എൻ്റെ ജീവനാണ് നീ, എൻ്റെ പ്രാണൻ. ഒരു ദോഷത്തിൻ്റെ പേരിലും നിന്നെ വേണ്ടെന്ന് ഞാൻ പറയില്ല. ആരുടെയും വാക്ക് കേട്ട് വേണ്ടെന്ന് വെക്കുകയുമില്ല. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എൻ്റെ നിധിയാ നീ. എനിക്ക് തിരികെ കിട്ടിയ എൻ്റെ നിധി. ആ നിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കൂ. ഈ കാശിനാഥൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ ഭാര്യയായി, എൻ്റെ കുട്ടികളുടെ അമ്മയായി നീ എൻ്റെ കൂടെ, എൻ്റെ ഒപ്പം ഉണ്ടാകും. എൻ്റെ പ്രണയമാണ് നീ, പ്രാണൻ. ഞാൻ അഗ്നിസാക്ഷിയായി താലി ചാർത്തിയവൾ, എൻ്റെ മാത്രം കാന്താരി. അവൻ അവളുടെ മുഖമാകെ ഉമ്മ വെച്ചു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളും തിരികെ അവനെ പുണർന്നു. അവൻ്റെ വാക്കുകൾ അവളിലെ പേടിയെ ഇല്ലാതാക്കി. തിരികെ അവനെ അവളും ചുംബിച്ചു. അവരുടെ പ്രണയ നിമിഷങ്ങളായിരുന്നു. അവൻ അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. ആരുടെയും വാക്കുകൾ കേട്ട് അവളെ ഉപേക്ഷിക്കില്ല എന്ന പോലെ. എന്നാൽ ഇതേ സമയം അങ്ങ് അടുക്കളയിൽ ലച്ചു ചായ ഉണ്ടാക്കുന്നത് കണ്ട് ഹരി തലയ്ക്കും കൈയും കൊടുത്ത് നിൽപ്പാണ്. തൻ്റെ ഫോണിൽ ഈ പാട്ടും വെച്ച് അതിനോടൊപ്പം അവളും കൂടെ പാടി അതിലെ പോലെ കോഫി ഉണ്ടാക്കുന്നവളെ കണ്ടതും ഹരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. വേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ വരെ ഹരിക്ക് ആ നിമിഷം തോന്നിപ്പോയി. അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് ആരൊക്കെയോ വന്നത്. അവളെ നോക്കി ദീർഘനിശ്വാസം എടുത്ത് അവൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു അകത്തേക്ക് വരുന്ന കാശിയുടെ അച്ഛനും അമ്മയും ശ്രീജയും ഹരിചന്ദ്രനും. ആദിയുടെ മുത്തശ്ശിയും ധനുശ്രീയും ആദിയും ഒപ്പം ഉണ്ടായിരുന്നു. ആ, നിങ്ങളായിരുന്നോ? ഇരിക്ക്. അവൻ അവരോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. തിരിച്ചിറങ്ങി വരുമ്പോൾ കൂടെ കാശിയും ഉണ്ടായിരുന്നു. അവനെ താങ്ങിക്കൊണ്ട് ഹരി സ്റ്റെപ്പ് ഇറങ്ങി. നീ എന്തിനീ വയ്യാത്ത കാലം വെച്ച് മുകളിലേക്ക് പോയത്? അവൻ്റെ അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. എന്തു പറ്റി എൻ്റെ അമ്മയ്ക്കൊരു ദേഷ്യം? അതും എന്നോട്? കാശി തിരികെ ചോദിച്ചു. പിന്നെ എൻ്റെ മകനല്ലേ നീ, അപ്പോൾ എനിക്ക് വിഷമമുണ്ടാകില്ലേ? കാലിന് മുറിവുള്ളതല്ലേ, അനക്കം തട്ടിയാൽ നീര് കൂടും. വേവലാതിയോടെ അവർ പറഞ്ഞു. ആ, അത് ശരിയാ കാശി അമ്മ പറഞ്ഞത്. അമ്മമാർക്കേ അറിയൂ മക്കളോടുള്ള ആദി, മക്കളോടുള്ള സ്നേഹം. നീ ഇനി മുതൽ താഴത്തെ മുറിയിൽ കിടക്ക്. ഞാൻ അച്ചുവിനോട് പറയാം താഴത്തെ മുറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ. ഹരി പറഞ്ഞതും കാശിയുടെ അച്ഛൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. താഴേക്ക് വന്ന അച്ചു വന്നവരെ കണ്ടതും ഞെട്ടി കാശിയെ നോക്കി. അവനൊന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണു ചിമ്മി കാണിച്ചു. മോളി അച്ചു, നീ മുകളിൽ നിന്നും അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് താഴത്തെ മുറിയിൽ വെച്ചേക്ക്. ഇവന് കാലിന് വയ്യല്ലോ, ഏതു നേരവും സ്റ്റെപ്പൊന്നും കയറി ഇറങ്ങാൻ പറ്റില്ല. ഹരി പറഞ്ഞതും അവൾ മുകളിലേക്ക് പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ മുറിയിലേക്ക് കൊണ്ടുവച്ചു. കാശി, നിന്റെ തീരുമാനം എന്താണ്? ഇനിയും ഈ നാട്ടിൽ ഇവളുടെ കൂടെ തന്നെ തുടരാനാണോ ഭാവം? കാശിയുടെ അച്ഛൻ അവനോട് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. ആ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടാകും. അതിൽ മാറ്റമൊന്നുമില്ല. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇപ്പോൾ ഇവൾ നിനക്ക് ജീവനായിരിക്കും. അനുഭവത്തിലൂടെ നീ പഠിക്കൂ. മഹാദേവൻ ഒച്ചയെടുത്തു. ഇതെല്ലാം കേട്ടവളുടെ മിഴികൾ നിറഞ്ഞു. മഹിയേട്ട, നമ്മുടെ മോനാണ്. ഒന്ന് ക്ഷമിക്കൂ. എനിക്കിനിയും ഇവൻ അവിടെ ഇല്ലാതെ പറ്റില്ല. അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. മോളും വരട്ടെ. ഇനി ഇതിനെ ചൊല്ലി തമ്മിൽ തല്ലുകൂടണ്ട. അവൻ്റെ അമ്മ പറഞ്ഞത് മഹാദേവനൊന്നും മിണ്ടാതെ ഇരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലച്ചു കോഫി കൊണ്ടുവന്നത്. അവളെ കണ്ടതും ഹരി ഞെട്ടി. അവളോട് കണ്ണുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അവളതെല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. ലച്ചു, കാശിക്ക് കോഫി കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. ഹരി പറഞ്ഞതും കാശി അവനെ ഇതൊക്കെ എപ്പോ പറഞ്ഞു എന്ന കണക്കെ നോക്കി. അവൻ കണ്ണുകൊണ്ട് അത് കുടിക്കണ്ട എന്ന് കാണിച്ചു. കോഫി കുടിച്ചവരെല്ലാവരും ഒരുപോലെ തുപ്പിയതും ഹരിക്ക് ചിരി വന്നു. എന്തുവാ കൊച്ചേ ഉണ്ടാക്കി തന്നത്? മുത്തശ്ശി അവളെ കണ്ണുകൂർപ്പിച്ചു നോക്കി.
കോഫി എന്തേ? ലച്ചു ചോദിച്ചു. കഴിച്ചിട്ടുമേല, ഇങ്ങനെയാണോ കോഫി ഉണ്ടാക്കുന്നേ? ഞാൻ ബ്രൂ പരസ്യത്തിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയതാ. വേനൽ കുടിച്ചാൽ മതി, അതിലുള്ളവർ ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളും ഇവിടെ ഉണ്ടാകും. കാശിക്ക് ഇഷ്ടക്കേടുണ്ടോ? മുത്തശ്ശി ചോദിച്ചു. ഇല്ല, താമസിച്ചോ? അവൻ ആദിയെ നോക്കി തന്നെ പറഞ്ഞു. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഹരി മനസ്സിൽ ഓർത്ത് ചിരിച്ചു. എല്ലാവർക്കും ഹരി മുറികൾ കാണിച്ചു കൊടുത്തു. ഹാളിലിപ്പോൾ കാശിയും ലച്ചുവും അച്ചുവും മാത്രമായി. മോളെ ലച്ചു, നീ കോഫി എങ്ങനെയാ ഉണ്ടാക്കിയേ? കാശി ചോദിച്ചു. എൻ്റെ പൊന്ന് കാശി, അത് ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവൾ യൂട്യൂബിൽ ബ്രൂ കോഫി പരസ്യം വെച്ചേക്കുന്നു. മറ്റേ പാട്ടില്ലേ, ഒരു കപ്പിൽ പാല്. എന്നിട്ട് അതുപോലെ ഉണ്ടാക്കി ആ കപ്പിലെ പൊടി മൊത്തം അതിലേക്ക് കമിഴ്ത്തി. അവിടേക്ക് വന്ന് ഹരി പറഞ്ഞു. എല്ലാവരും ഹരി പറഞ്ഞു കേട്ടതും വായും പൊളിച്ചിരുന്നു പോയി. ലച്ചൊരു വളിച്ച ചിരിയും അവർക്ക് നൽകി. പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു എല്ലാവരും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ധനുവും ആദിയും മുത്തശ്ശിയും ശ്രീജയും വന്നത്. എന്താണ് എല്ലാവരും കൂടി ചിരിക്കുന്നത്? ശ്രീജ ചോദിച്ചു. ഏയ്, ഞങ്ങൾ തമാശ പറഞ്ഞു ചിരിച്ചതാ. കാശിയുടെ കല്യാണം കഴിഞ്ഞത്ര നാളായി? ആദിയായിരുന്നു ചോദിച്ചത്. 3 മാസമാകുന്നു. ഇവൾക്ക് ജോലി വല്ലതും ഉണ്ടോ? അച്ചുവിനെ നോക്കി ശ്രീജ ചോദിച്ചു. പഠിക്കുകയാണ് അപ്പച്ചി. ആ, പഠിക്കുകയാണെങ്കിലിപ്പേ കൊച്ചും മറ്റും നോക്കണ്ട. പഠിത്തം കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്നിട്ട് മതി. ശ്രീജ വീണ്ടും പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അപ്പച്ചിക്ക് പ്രമോഷൻ കിട്ടിയെന്ന് വരും, അല്ലേ അച്ചു? കാശി ചിരിയോടെ പറഞ്ഞു. ശ്രീജ ഞെട്ടി അവനെ നോക്കി, പിന്നെ അവളെയും. അപ്പോൾ നിങ്ങൾ തമ്മിൽ? ബാക്കി പറയാതെ അവനെ നോക്കി. ഷോ, ഇങ്ങനെ ഒന്ന് ചോദിക്കല്ല അപ്പച്ചി. ഭാര്യയും ഭർത്താവും അല്ലേ, അപ്പം ചില നിമിഷങ്ങളിൽ കൈവിട്ടു പോകും. ഇത്തവണ എല്ലാവരും ഞെട്ടി. അല്ല, അശ്വതിയെ കണ്ട അങ്ങനെയൊന്നും തോന്നുന്നില്ല. ധനു അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ധനു, ദേ അവളുണ്ടല്ലോ, കല്യാണ സമയത്ത് ചുള്ളിക്കമ്പ് പോലെ ഇരുന്നത് ഇപ്പോൾ ഒന്ന് തുടിത്തിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അവൻ കള്ളച്ചിരിയാൽ അച്ചുവിനെ നോക്കി. അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. പാവം അച്ചു അവിടെ ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. പിന്നെ ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലേൽ ഹരിയോട് ചോദിച്ചു നോക്ക് ഞങ്ങളിവിടെ എങ്ങനെയാണെന്ന്. ഏതു നേരവും ഉമ്മിച്ചുകൊണ്ടാണ് നടപ്പ്. ഹരി കാശി പറഞ്ഞതിൻ്റെ ബാക്കിയായി ആ ഫ്ലോയിൽ തന്നെ പറഞ്ഞുപോയി. പിന്നെയാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അവനുണ്ടായത്. ഇതൊക്കെ കേട്ട മുത്തശ്ശിയും ശ്രീജയും എന്തോ പോലെയായി. അവർ കരുതിയില്ല ഇങ്ങനെയൊക്കെ പറയുമെന്ന്. ധനുവിലും ആദിയിലും ദേഷ്യം വന്നു, ഉള്ളിൽ കടിച്ചമർത്തി. എന്നാൽ ഇതേ സമയം ബോധം തിരിച്ചു വന്ന് ലച്ചു അച്ചുവിനെ നോക്കി പേടിപ്പിച്ചു. എടി ദുഷ്ടേ, നിന്നോട് ഞാൻ 1000 വട്ടം ചോദിച്ചതല്ലേ നിന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ എന്ന്. മലയാളത്തിലല്ലടി ചോദിച്ചത്. ഒന്നുമില്ലേലും നിന്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ ഞാൻ. എന്നിട്ട് നീ എന്നോട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതല്ലടി. നേരത്തെ പഠിച്ചു വെക്കാലോ. അച്ചു അവളെ കൂർപ്പിച്ച് നോക്കി. വെളിവില്ലാതെ പറയുന്നവളെ കണ്ടതും അവൾ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയതും കാശിയും അവളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവളോടൊപ്പം പോയി. കണ്ടോ ഹരിയേട്ട, അവൾ പോയത്. എന്നാലും എങ്ങനെയൊക്കെയാണെന്ന് എന്നോട് പറയായിരുന്നു. ഡീ, നിനക്ക് ഞാൻ വിശദമായി പറഞ്ഞു തരാം, സമയമാകട്ടെ. അവളെ കള്ളനോട്ടത്തോടെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ട് പോയി. അവൻ പോയ വഴിയെ മനസ്സിലാവാത്തവണ്ണം നോക്കിയിരുന്നു. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഹരിയുടെ ആരാണ് മോള്? ശ്രീജയായിരുന്നു ചോദിച്ചത്. ഭാവി വധുവാ, അവൾ ഒരു നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ബാക്കി എല്ലാവരും അവൾ പോയ വഴിയെ നോക്കിയിരുന്നു പോയി. ഇതേ സമയം അങ്ങ് ആശുപത്രിയിൽ